ഒപ്പം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തെത്തിയ പാർലമെന്ററി പാർട്ടി ലീഡർ ടി.എസ്. സജീവനെ പൊന്നാട അണിയിക്കുകയും ചെയ്തു. മുൻ കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി ഇന്ന് രാവിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം നടത്തി. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ.ആർ. ശ്രീകുമാർ വടക്കേനടയിൽ വെച്ച് സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റുമാരായ ജിതേഷ്, പ്രിൻസ് കലാശ്ശേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് പി.എസ്. സനീൽകുമാർ, സെൽവൻ മണക്കാട്ടുപടി, മുനിസിപ്പൽ കൌൺസിലർമാർ, മണ്ഡലം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ശേഷം പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും വിരുന്നിൽ പങ്കെടുത്തെത്തിയ പാർലമെന്ററി പാർട്ടി ലീഡർ ടി.എസ്. സജീവനെ മീനാക്ഷി ലേഖി അഭിനന്ദിച്ചു. മോദിജിയോടൊപ്പം ഉള്ളൊരു ഡിന്നർ കഴിഞ്ഞിട്ട്. നമസ്കാരം. ഇന്ന് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രവും അതുപോലെ തന്നെ തിരുവഞ്ചക്കുളം ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് മുൻ കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി എത്തുകയുണ്ടായി. അതുപോലെ തന്നെ അവരെ സ്വീകരിക്കുവാനായിട്ട് തൃശ്ശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ എ.ആർ. ശ്രീകുമാർജി, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ്, എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള അനിൽകുമാർ, ചെൽവൻ മണക്കാട്ടുപടി, പോണത്ത് ബാബു തുടങ്ങിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ, അവരെല്ലാവരും കൂടെ ചേർന്ന് അവരെ സ്വീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൻ്റെ ധീര ബലിദാനിയായിട്ടുള്ള സതീഷിൻ്റെ വീട് സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ അമ്മയെ കണ്ട് മകൻ്റെ ഈ ധീരബലിദാനത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. തുടർന്ന് നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിലെ പത്രമാധ്യമങ്ങളിൽ നിറ സാന്നിധ്യമായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികളെ ഡൽഹിക്ക് വിളിപ്പിക്കുകയും അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പല ചർച്ചകളും നടത്തുകയും നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ടാവും. അതിനോട് ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ആ ഒരു പങ്കെടുത്തതിൻ്റെ പേരിൽ അവർ എന്നെ ആദരിക്കുകയുണ്ടായിരുന്നു. ഡൽഹിയിൽ പോയിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അനുഭവമായിരുന്നു ഡൽഹിയിലെ അനുഭവം. ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനും അതുപോലെ തന്നെ അദ്ദേഹം കേരളത്തിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ജനപ്രതിനിധിയുമായിട്ട് ചർച്ച ചെയ്യുകയും അവരുടെ വിഷയങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം കാണേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അദ്ദേഹത്തിനെ നിർദ്ദേശിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രപതിയുമായിട്ട് വിരുന്നൊരുക്കുന്ന സംവിധാനം അവരായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയുമായിട്ട് സംസാരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. കൂടാതെ തന്നെ ലോകസഭാ സ്പീക്കർ, അതുപോലെ തന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി, മധ്യപ്രദേശ് ഗവർണർ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായി ഡൽഹിയിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുകയും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സന്ദർശിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും കോർപ്പറേഷനിലൊക്കെ സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ മാലിന്യവും അതുപോലെ തന്നെ കുടിവെള്ള സംവിധാനവും എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിഞ്ഞതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനപ്രതിനിധികളെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം പറഞ്ഞയക്കുകയും പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. ഇത് വലിയൊരു അനുഭവമായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും അവർ വന്ന് കേന്ദ്ര സഹമന്ത്രി കൊടുങ്ങല്ലൂർ വന്നപ്പോൾ അതിൻ്റെ അകത്ത് പങ്കെടുത്തത് കൊണ്ട് എന്നെ ഇവിടെ വെച്ച് കൊടുങ്ങല്ലൂർ വെച്ച് ആദരിക്കുകയും ചെയ്തു. അത് വലിയൊരു ഭാഗ്യമായി കാണുന്നു. അതുപോലെ തന്നെ ഈ ഡൽഹിയിൽ നിന്നും അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നിന്നും കിട്ടിയിട്ടുള്ള പാർട്ടിയുടെ മികച്ച പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളൊക്കെ തന്നെ, അതുപോലുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ക്ലാസ്സുകളൊക്കെ തന്നെ ഭാവിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന് ഗുണകരമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. തുടർന്ന് സതീഷിന്റെ വീട് സന്ദർശിക്കുകയും ചെയ്തു.